നമസ്കാരം, പ്രേമരാജൻ പുന്നാട്. അപ്പോൾ ഇന്ന് കർക്കിടവാവ് കർക്കിടക മാസത്തിലെ അമാവാസി ദിനത്തിൽ കർക്കിടവാവ് ഇനി വെളിച്ചം പകരാൻ പോകുന്ന നല്ല ദിവസങ്ങൾ അത് ഓർമ്മപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മുമ്പേ ഈ നാട്ടിൽ ഈ ഭൂമിയിൽ ജീവിച്ച് യാത്രയായ ആളുകളെ സ്മരിക്കുന്ന ഓർമ്മിക്കുന്ന ദിവസം. നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ കാരണവന്മാർ, നമുക്ക് വഴി കാണിച്ച, നമുക്ക് ജന്മം നൽകിയ ആളുകൾ ഈ ഭൂമിയിൽ അവരുടെ സേവനങ്ങൾ അവസാനിപ്പിച്ച് നക്ഷത്രഗോളങ്ങൾക്കപ്പുറം വികാസിലേക്ക് മൺമറഞ്ഞു പോയ ആ പിതൃക്കളെ ഓർമ്മിക്കുന്ന ഒരു സുദിനമാണ് കർക്കിടക വാവ്. ഇന്ന് വിശ്വാസികളായ ആളുകൾ വിവിധ അമ്പലങ്ങളിൽ, കടപ്പുറങ്ങൾ, വിവിധ പ്രദേശങ്ങളിൽ പോയി പ്രേതാത്മാവിന് പിതൃതർപ്പണം നടത്തി ബലി കഴിച്ചു. ഇനി ഉച്ചയ്ക്ക് സദ്യ ഉണ്ട്. രാത്രിയിൽ ഒരു കർമ്മം അകത്ത് വെച്ച് കൊടുക്കാമെന്ന് പറയും. അകന്നാള് അത് ഈ ശാക്തേയത്തിൻ്റെ ഒരു ഇതാണ്. അകനാളെന്ന് പറയുന്ന മറ്റു വേറൊരു സംഭവമാണ്. വീടിന് ചുറ്റും അതിൻ്റെ നൂലൊക്കെ കെട്ടിയിട്ടില്ല. അത് മരിച്ചിട്ട് 41 ആചരിക്കുമ്പോഴാണ് അകത്ത് വെച്ച് കൊടുക്കുന്നതും ഈ ആചാരങ്ങൾ നടത്തുന്നതും ശാക്തേയത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് ഒരുപാട് അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. പക്ഷേ ശാക്തേയ കർമ്മങ്ങൾക്ക് സാധാരണയായിട്ട് മദ്യം, അതുപോലെ തന്നെ കോഴിയിറച്ചിയാണ് ഉപയോഗിക്കാറുള്ളത്. അതേ കോഴിയിറച്ചിയാണെന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ഒരാളുമായിട്ട് ഞാൻ ആ വിഷയം സംസാരിച്ച് വന്നപ്പോൾ ഇപ്പോൾ ഒരു പന്നിയിറച്ചി ചലഞ്ചിൻ്റെ വിവാദ വിപ്ലവ വിഷയമുണ്ടല്ലോ. അപ്പോൾ അത് നമ്മളിങ്ങനെ ആശയവിനിമയം നടത്തിയപ്പോൾ അവർ പറഞ്ഞത് അത് അകത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടി, ഇറച്ചി അകത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെങ്കിൽ എൻ്റെ അറിവും, എൻ്റെ പരിമിതമായ അറിവിൽ ബീഫ് അതുപോലെ തന്നെ മറ്റുള്ള ഇറച്ചി മാംസങ്ങളൊന്നും അകത്ത് വെച്ച് കൊടുക്കാറില്ല. ചിക്കനും കള്ളുമാണ്, ശരിക്കും കള്ളാണ്. കള്ള് പിന്നെ മാറി നമ്മുടെ വിദേശ മദ്യം, പിന്നെ നാടൻ ചാരായമാണ്. പണ്ടൊക്കെ നാടൻ ചാരായമാണ് നാട്ടിൽ സുലഭമായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ മദ്യം നുകരാൻ വേണ്ടി വേണമെങ്കിൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് പറയാം. പക്ഷേ മദ്യം കഴിക്കാൻ വേണ്ടി ബീഫോ മറ്റോ പുറത്ത് കൈകാര്യം ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. രാവിലെ പോയി അപ്പോൾ ബലി തർപ്പണമൊക്കെ ചെയ്ത് വീട്ടിൽ ഉച്ചയ്ക്ക് നല്ല സദ്യ കഴിച്ച് രാത്രിയിൽ ഇതുപോലെ അകത്ത് വെച്ച് കൊടുക്കുന്ന പരിപാടിയാണ്. ശരിക്കും അത് വിശ്വാസമുള്ളവർക്ക് ആ നിലയിലും, അല്ലാത്തവർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കുന്ന, വേർപെട്ടു പോയ യാത്രയായ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുക. കാരണം ഓർമ്മിക്കാൻ ഒരു വർഷത്തിൽ ഒരു സമയമെങ്കിലും നമ്മൾക്ക് ജീവൻ നൽകിയ, നമ്മെ നയിച്ച, നമ്മൾ ഓരോരുത്തരുടെ സ്മരണകൾ പുതുക്കുമല്ലോ, ഓരോരുത്തരുടെ ഓർമ്മ ദിനങ്ങൾ. അപ്പോൾ മൊത്തത്തിൽ എല്ലാവരും ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണ് കർക്കിടക വാവ്. അത് ഓർമ്മിപ്പിക്കണം. കാരണം നമ്മൾ ഭയങ്കര തിരക്കിലാണ്. തിരക്കിൻ്റെ നടുവിലും ഒരു ദിവസം ഇത്തരം ഓർമ്മ ദിനം ഉണ്ടാകുന്നത് നല്ല. ശരിക്കും പഴയ കാലത്ത് കർക്കിടക മാസം എന്ന് പറയാം. കർക്കിടക മാസം കറുത്ത് ഇരുണ്ട് ശക്തമായ മഴ പെയ്ത് കർക്കിടക കഞ്ഞി, ഇപ്പോഴും പല സ്ഥലത്തും കർക്കിടക കഞ്ഞിയുണ്ട്. കഞ്ഞി കുടിച്ച് ഒരു വീട്ടിൽ 5, 10, 20 ആളുകളുണ്ടാകുമ്പോൾ എല്ലാവർക്കും ഇത് എത്തിക്കണ്ടേ. അപ്പോൾ കർക്കിടക മാസം, ആ കർക്കിടക മാസത്തിൽ ഒരു നല്ല സദ്യ കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ദിവസവും കൂടിയാണ്. അതുപോലെ തന്നെ ഈ കാക്ക ബലിച്ചോറ് എടുക്കുന്നത്, അന്നൊക്കെ ഒരു ചൊല്ലുണ്ടായിരുന്നു, അരി എറിഞ്ഞാൽ 1000 കാക്ക. ഇന്ന് അരി എറിഞ്ഞാലല്ല, ഇനി ബലിച്ചോറിട്ടാലും 1000 കാക്ക പോയിട്ട് ഒരു കാക്കയും വരുന്നില്ല. അതിൻ്റെ കാരണം വഴിനീളെ വേസ്റ്റ് കൊണ്ട് തള്ളിയിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, വേസ്റ്റ് തള്ളാൻ വേണ്ടി കല്യാട് പണയിലേക്ക് വന്നിരിക്കുകയാണ്. വഴിനീളെ ആഹാരത്തിൻ്റെ വേസ്റ്റാണ്. കാക്കകൾക്ക് ഭക്ഷണത്തിന് പഞ്ഞമില്ല, പട്ടികൾക്ക് പഞ്ഞമില്ല. അപ്പോൾ ഈ എന്താ പറയുക, പണ്ട് കാലത്ത് അങ്ങനെയല്ല. അന്ന് ആഹാരം വേസ്റ്റാവില്ല, ഒന്നും വേസ്റ്റായിട്ടില്ല, എല്ലാം കൃത്യതയോടുകൂടിയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വലിച്ചെറിയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഈ മൃഗങ്ങൾക്കും പട്ടികൾക്കും അതുപോലെ തന്നെ കാക്കകൾക്കും ഭക്ഷിക്കാൻ അല്പേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ബലിച്ചോറ് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അരി എറിഞ്ഞാൽ, അപ്പോഴൊക്കെയാണ് ഈ 1000 കാക്കകൾ വരിക. ഇന്ന് നിങ്ങളൊന്ന് അരി എറിഞ്ഞ് നോക്കുക, 1000 കാക്ക വരില്ല. കാരണം അവർക്ക് മനുഷ്യരെ പോലെ, ഇന്നും മനുഷ്യരും അങ്ങനെയാണ്. പണ്ടത്തെ പോലെ പഞ്ഞം ഒന്നുമല്ല, അറുതിയും ഒന്നുമല്ല.
ഇന്ന് കർക്കിടക മാസവും ബിരിയാണിയും മന്തിയാണ്. ഇന്ന് കർക്കിടക മാസവും സുഭിക്ഷമായ ഭക്ഷണം ലഭിക്കുന്നത് കൊണ്ടാണ് ഇത്തരം പക്ഷിമൃഗാദികൾക്ക് നമ്മളുടെ ഈ അപ്പോൾ പറയും അച്ഛൻ വന്നിട്ടില്ല, ബലി എടുത്തിട്ടില്ല എന്നെല്ലാം പറയും. അത് ബലിയെടുക്കാറ്റോ പിടിക്കാറ്റൊന്നുമല്ല. കാക്കക്ക് ആ കാലത്ത് അത്രയും ഭക്ഷണം കഴിക്കാൻ കിട്ടാതെ ഒരു കാലഘട്ടം മനുഷ്യനും മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്നിപ്പം എല്ലാവർക്കും സുലഭമാകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. പണ്ടൊക്കെ പട്ടികൾ മനുഷ്യൻ്റെ കാഷ്ടം ഭക്ഷിക്കുമായിരുന്നു. ഇന്നൊക്കെ ഭക്ഷിക്കുന്നുണ്ടോ? കാരണം അതിൻ്റെ അതെങ്കിലും കഴിക്കുന്ന പട്ടികളുണ്ടായിരുന്നു. ഇന്ന് അതും വേണ്ട. ആ നിലയിൽ നമ്മുടെ മാലിന്യങ്ങൾ റോഡരികിൽ ആ തോടരികിൽ കൊണ്ട് തള്ളുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഓർമ്മ ദിനത്തിൽ നമ്മുടെ നാട് മലീമസമാകാതിരിക്കാൻ ഈ വഴിയോരങ്ങളിൽ മാലിന്യങ്ങൾ തള്ളുന്നത് അവസാനിപ്പിക്കാൻ നമ്മളുടെ ഇടപെടൽ കഴിഞ്ഞ ദിവസം പടിയൂർ കല്യാട് ഉള്ള ആ യുവാക്കൾ നടത്തിയതുപോലെ ഇടപെടേണ്ടതാണ്. ഈ പിതൃക്കളെ ഓർമ്മിക്കുന്ന ദിവസം നമുക്ക് അവരുടെ സ്മരണകൾ, അവർ ഈ നാടിൻ്റെ പൈതൃകത്തെ, അവർ ഈ നാടിൻ്റെ നന്മയെ കാത്തു സൂക്ഷിച്ച് നമുക്ക് കൈമാറി തന്ന ആളുകളാണ്. അതിനെ നമുക്ക് ഓർമ്മിക്കാം. അവരെ നമുക്ക് സ്മരിച്ചുകൊണ്ട് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളാം.